കഴിഞ്ഞ കുറച്ചു കാലമായി എന്ന് വെച്ചാൽ 1-2 മാസമായി കേരളത്തിൽ നടക്കുന്ന വലിയ ചർച്ചയുണ്ടായിരുന്നു. അത് ഗവർണറുടെ ഇടപെടൽ തന്നെയാണ്. സർവകലാശാലയിൽ ഗവർണർ നടത്തുന്ന ഇടപെടൽ, അതോടൊപ്പം തന്നെ രാജ്ഭവനെ RSSന്റെ ശാഖയെ പോലെയാക്കി മാറ്റുന്നു എന്ന വിമർശനം, ഇതൊക്കെ ഉയർന്നു വന്നിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്ഭവനിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും ഭാരതാംബ എന്ന് RSSകാർ വിശേഷിപ്പിക്കുന്ന കൊടിപിടിച്ച സ്ത്രീയുടെ ചിത്രം വെക്കുകയും അതിൽ പുഷ്പാർച്ചന നടത്തുകയും അതിനു മുന്നിൽ വിളക്ക് കൊളുത്തുകയും ചെയ്യുന്ന ഒരു ചടങ്ങ്. അത് എല്ലാ പരിപാടിയും, രാജ്ഭവനിൽ നടക്കുന്ന എല്ലാ പരിപാടിയും അതുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചിരുന്നു രാജ്ഭവൻ. RSSും BJPയും അത് മഹത്തായ കാര്യമായി കൊണ്ടുനടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടയിലാണ് മന്ത്രി P. പ്രസാദ് രാജ്ഭവനിൽ വെച്ചൊരു പരിപാടി, ഭാരതാംബയുടെ ചിത്രം ഉണ്ടായതുകൊണ്ട് പരിപാടി തന്നെ ക്യാൻസൽ ചെയ്തു, മാറ്റിവെച്ചു. അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. അതിനുശേഷം V. ശിവൻകുട്ടി പങ്കെടുക്കുന്ന ഒരു പരിപാടി, അതും രാജ്ഭവനിൽ ഉണ്ടായിരുന്നു. അന്നും ഭാരതാംബയുടെ ചിത്രം വെച്ചിരുന്നു. പരിപാടിയിൽ പങ്കെടുക്കാതെ തിരിച്ചു വന്നു മന്ത്രി ശിവൻകുട്ടി. വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. ശിവൻകുട്ടി അവിടെ 2 വാക്കുകൂടി സംസാരിച്ചിട്ടാണ് പരിപാടി ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്നത്. വലിയ ചർച്ചയായിരുന്നു. എന്തുകൊണ്ട് ഈ കൊടിപിടിച്ച സ്ത്രീയുടെ ചിത്രം ഭാരതാംബ എന്ന പേരിൽ RSS വിളിക്കുന്ന ചിത്രം വെച്ചുകൂടാ എന്തൊക്കെയുള്ള ചർച്ചകൾ BJP ഉയർത്തിക്കൊണ്ടുവരികയും അത് വലിയ രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നതായിരുന്നു തന്ത്രം, BJPയുടെ തന്ത്രം. രാജ്ഭവനാണ് അതിന് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് രാജ്ഭവനെ RSSന്റെ ശാഖയാക്കി മാറ്റരുത് എന്ന വിമർശനം ഉയർന്നു വന്നത്, ഗവർണറോട് പലരും അഭ്യർത്ഥിച്ചതും. അതിനുശേഷവും രാജ്ഭവനിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും ഭാരതാംബയുടെ RSSകാർ പറയുന്ന ഭാരതാംബയുടെ ചിത്രം വെക്കും എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അത് തുടരുകയും ചെയ്തിരുന്നു രാജ്ഭവൻ. എന്നാൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ പക്ഷേ ഭാരതാംബയുടെ ചിത്രമില്ല. ഭാരതാംബയുടെ ചിത്രം മാറ്റിവെച്ചു എന്ന് വെച്ചാൽ പിണറായി വരുമ്പോൾ ഗവർണർ പോലും വഴിമാറും. മുഖ്യമന്ത്രി പങ്കെടുക്കണമെങ്കിൽ ഒരു സംശയം വേണ്ട, RSS പറയുന്ന ഭാരതാംബയുടെ ചിത്രം വെക്കാൻ പറ്റില്ല, അത് മാറ്റാതെ പങ്കെടുക്കില്ല. എന്ന് വെച്ചാൽ ഗവർണർ വഴിമാറി ഭാരതാംബയുടെ ചിത്രം, RSSന്റെ കൊടി പിടിച്ച സ്ത്രീയുടെ ചിത്രം എല്ലാ പരിപാടികളിലും വെക്കും, അത് നിർബന്ധമാണ്. ആ ചിത്രം വെക്കാതെ ഒരു പരിപാടിയും രാജ്ഭവനിൽ നടക്കില്ല എന്നായിരുന്നു നിലപാട്. ആ നിലപാടാണ് മാറ്റിയത്. പിണറായി വന്നപ്പോൾ ചിത്രം മാറ്റുകയും ചെയ്തു. അതുമാത്രമല്ല, പിണറായി പങ്കെടുത്ത പരിപാടി രാജ്ഭവന്റെ ഔദ്യോഗിക മാഗസിന്റെ പ്രകാശനമായിരുന്നു. അതിൽ ഗവർണർക്ക് അധികാരമുണ്ട് ഇത്തരം ഇടപെടൽ നടത്താൻ എന്ന് കാണിക്കുന്ന ഒരു ലേഖനവും ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും തെറ്റാണ്. അതിനോട് സംസ്ഥാന സർക്കാരിന് യോജിപ്പില്ല എന്ന് ഗവർണറുടെ മുന്നിൽ വെച്ച് രാജ്ഭവനിൽ വെച്ച് പറഞ്ഞു വെക്കുകയും ചെയ്തു മുഖ്യമന്ത്രി. ഇവിടെ പ്രകാശനം ചെയ്യുന്ന രാജഹംസ് ആദ്യ പതിപ്പിൽ തന്നെ ആർട്ടിക്കിൾ 200 ആൻഡ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ കൊണോഡ്രം എന്ന ശീർഷകത്തിലുള്ള ഒരു ലേഖനമുണ്ട്. ഇതിൽ ഭരണഘടനയുടെ 200-ാം വകുപ്പ്, ഗവർണറുടെ അധികാരങ്ങൾ, നിയമസഭയുടെ അധികാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ലേഖകൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം സർക്കാരിൻ്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാവാം. അത് വരുന്നത് രാജ്ഭവൻ്റെ ഔദ്യോഗിക ജേണലിലാണ് എന്നതുകൊണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ അതുപോലെ പങ്കിടുന്നുവെന്ന് ആരും കരുതേണ്ടതില്ല. അതാണ് പറയുന്നത്. ചിലർ വരുമ്പോൾ കടുംപിടുത്തങ്ങൾ ഇല്ലാതാകും, വാശി ഇല്ലാതാകും, നിയമവിരുദ്ധമായ ഒരു കാര്യവും നടക്കാൻ പറ്റില്ല, നിയമപ്രകാരം മാത്രമേ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും കഴിയുകയുള്ളൂ. എല്ലാ സമയത്തും സർക്കാർ പറയുന്ന കാര്യമാണ്. നിയമപരമായി മാത്രമേ ഗവർണർക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ, മുഖ്യമന്ത്രിക്കും അങ്ങനെ തന്നെയാണ്. ഒരു ഭരണഘടനയുണ്ട്, നിയമാവലിയുണ്ട്, അതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് കടന്നാൽ അത് മാറ്റേണ്ടി വരും. മാറ്റില്ല എന്ന് എത്ര വാശി പിടിച്ചാലും അത് മാറ്റേണ്ടി വരും. അതാണ് മുഖ്യമന്ത്രി ചെന്നപ്പോൾ കണ്ടത്. നാം ആലോചിച്ച് നോക്കണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. കാവി കൊടി പിടിച്ച, RSSന്റെ കൊടി പിടിച്ച സ്ത്രീയുടെ ചിത്രം വെച്ച് വലിയ പൂജകളും റാലികളും പ്രകടനങ്ങളും നടത്തിയിരുന്നു. RSSും BJPയും സംഘപരിവാർ സംഘടനകളും CPIMനെതിരെ
സർക്കാരിനെതിരെ വലിയ ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം വഴിമാറി, അതെല്ലാം പോയി. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ അത് വാർത്തയെ ആക്കിയില്ല. 2-3 മാസം മുമ്പ് കേരളത്തിൽ ഏറ്റവും ചൂട് പിടിച്ച ചർച്ചയായിരുന്ന സംഭവം. പക്ഷേ പിണറായി പോയപ്പോൾ ചിത്രം മാറ്റിയത്, ചിത്രം വെക്കാതിരുന്നത് വാർത്തയെ ആക്കിയില്ല. അതേക്കുറിച്ച് ആരും പ്രതികരിച്ചതുമില്ല, മിണ്ടിയതുമില്ല. എന്തുകൊണ്ടാണ്? ഗവർണർക്ക് പുറകോട്ട് പോയത് കൊണ്ടാണോ? RSSന് പുറകോട്ട് പോയത് കൊണ്ടാണോ? സംഘപരിവാർ സംഘടനകൾക്ക് പുറകോട്ട് പോയത് കൊണ്ടാണോ നമ്മുടെ മാധ്യമങ്ങൾ അത് ചർച്ചയാക്കാതിരുന്നത്? ഈ ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്നിരുന്നാലും ദൃശ്യങ്ങൾ ഇപ്പോഴും രാജ്ഭവന്റെ ഫേസ്ബുക്ക് പേജിലുണ്ട്. ആർക്കും കയറി കാണാം. ഭാരതാംബയുടെ, RSS വിളിക്കുന്ന ഭാരതാംബയുടെ ചിത്രം അവിടെ ഇല്ല. അത് മാറ്റിവെച്ചിട്ടാണ് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടി നടന്നത്. ഒരു സംശയവും വേണ്ട, മുഖ്യമന്ത്രിയുടെ, ഇടതുപക്ഷത്തിൻ്റെ, LDF സർക്കാരിൻ്റെ നിലപാടിൻ്റെ വിജയമാണ് അത് എന്ന് ഉറപ്പിച്ച് തലയുയർത്തി പറയാൻ LDFന് കഴിയും, LDF നേതാക്കൾക്ക് കഴിയും.